തലോടലേറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ, കമ്പോളങ്ങൾ, വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയാൽ ധന്യമായ അക്ഷരനഗരി കോട്ടയം പട്ടണം. അതെ, ഒരിക്കലും ഉറങ്ങാത്ത നഗരം. ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രൗഢഗാംഭീര്യ ഭാവത്തോടെ തെളിഞ്ഞു നിൽക്കുന്ന തേജസ്സുറ്റ കലാലയം, BCM കോളേജ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബിഷപ്പ് ചൂളപ്പറമ്പിൽ മെമ്മോറിയൽ കോളേജ്. വിജ്ഞാനവും കൃപാവരവും എന്ന ആപ്തവാക്യത്തെ സ്വന്തമാക്കി സമ്പൂർണവും സമഗ്രവുമായ വിദ്യാഭ്യാസം നൽകി അർപ്പണ ബുദ്ധിയോടെ വിദ്യാർത്ഥിനികളുടെ സർവതോമുഖമായ കഴിവുകളെ വളർത്തിയെടുത്ത് കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നാടിനും നാട്ടുകാർക്കും തങ്ങളായിരിക്കുന്ന ഓരോ സ്ഥലത്തും പ്രകാശം പരത്തുന്ന, അനുഗ്രഹം വിതറുന്ന നല്ല സ്ത്രീരത്നങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഈ മനോഹര സ്ഥാപനം ഇന്ന് ഷഷ്ടിപൂർത്തിയുടെ നിറവിലാണ്. വിവിധ ശാഖകളുള്ള ഈ വൻമരത്തിലെ കരുത്തുറ്റതും ഫലസമൃദ്ധവുമായൊരു ശാഖയാണ് ഗണിതശാസ്ത്ര വിഭാഗം. 1958 പൊട്ടിമുളച്ച ഈ ശിഖരം പ്രഗത്ഭരും അർപ്പണബോധമുള്ളവരുമായ അധ്യാപകരുടെ ശ്രദ്ധയും കരുതലും ഏറ്റുവാങ്ങി വളർന്ന് ഊർജ്ജസ്വലതയോടെ പടർന്നു പന്തലിച്ച് ഫലം ചൂടി നിൽക്കുന്നു. ഗണിതശാസ്ത്രത്തിന്റെ അനന്തവിഹായസിലേക്ക് അനേകായിരങ്ങളെ കൈപിടിച്ചുയർത്തിയ ഗുരുക്കൂതരിൽ പ്രഥമ സ്ഥാനീയയാണ് പ്രൊഫസർ സിസ്റ്റർ മേരി ലൂസിയ SVF. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹൃദയ താളമായിരുന്നു ആ നാമം. രാഗവും ലയവുമായിരുന്നു ആ നാമം. പുഞ്ചിരി വിരിയുന്ന വദനവും സ്നേഹം തുളുമ്പുന്ന ഹൃദയവും വാത്സല്യം സ്ഫുരിക്കുന്ന അധരങ്ങളുമായി BCM കോളേജിന്റെ വരാന്തകളിലൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആകുന്ന ചെറുകടിച്ച് നടന്ന ഒരു നല്ല വാനമ്പാടി. സിസ്റ്റർ ലൂസിയയെക്കുറിച്ച് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഏറെ സന്തോഷം തോന്നി. മറ്റൊന്നുകൊണ്ടുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ ലൂസിയ എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ച് സ്നേഹം പങ്കിട്ടും വീടുകളിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുന്ന അവസരങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരികയാണ്. ഈ അവസരത്തിൽ ഒരു പരിധിവരെ എൻ്റെ സന്യാസദേവിളിയുടെ ഒരു വലിയ പ്രചോദന ശക്തിയായി നിന്നതും സിസ്റ്റർ ലൂസിയ തന്നെയാണ്. ഇവിടെ ഞാൻ വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിൽ ചേർന്നതിന് ശേഷം എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ ഓരോ ചുവടുകളിലും ഏറ്റവും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി എന്നെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സിസ്റ്റർ ലൂസിയ. അതിനുശേഷം ഞാൻ BCM കോളേജിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ സിസ്റ്ററിനോട് കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് കോളേജിലെ ICF, CSM തുടങ്ങിയ ലീഡർഷിപ്പ് ക്യാമ്പുകളിലും അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സിസ്റ്ററിനോട് ഒത്തുചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ആ നാളുകളിലെല്ലാം എനിക്ക് നൽകിയ വലിയ ഒരു പിന്തുണയുണ്ട്. ആ പിന്തുണയോട് കൂടിയാണ് ഈ കോളേജിൽ ഞങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത്. അതിനേക്കാൾ ഉപരിയായി എല്ലാവരോടും എപ്പോഴും സൗമ്യതയോടും സ്നേഹത്തോടും പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോടും കൂടിയുള്ള സിസ്റ്ററിൻ്റെ പ്രവർത്തനം എനിക്ക് എന്നും പ്രചോദനമായിരുന്നു. സമർപ്പിത ജീവിതത്തിന്റെ മധുരമയിൽ യേശുവിൽ നിന്ന് ജ്ഞാന വെളിച്ചം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തോടെ അധ്യാപന കലയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയ സിസ്റ്റർ ലൂസിയയുടെ ജീവിതത്താളുകൾ നമുക്കൊന്ന് മറിച്ചു നോക്കാം. അറബിക്കടൽ തഴുകിയുണർത്തുന്ന എറണാകുളം ജില്ലയിലെ പ്രകൃതി രമണീയമായ പറമ്പച്ചേരി ഗ്രാമത്തിൽ പ്രശസ്തമായ മണ്ണൂർ തറവാട്ടിൽ ജോസഫ് മറിയക്കുട്ടി ദമ്പതികളുടെ 5 മക്കളിൽ രണ്ടാമത്തെ ആളായി 1952 മെയ് 22 അന്നമ്മ പൂജാതയായി. മാതാപിതാക്കളുടെ ആത്മീയ ചൈതന്യവും സഹോദരങ്ങളുടെ സ്നേഹവാത്സല്യങ്ങളും ഈ കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തിന് അറിവും അഴകും പകർന്നു നൽകി. അന്നമ്മയെന്നായിരുന്നു ഞങ്ങൾ വിളിക്കുന്നത്. ഇത് പെണ്ണമ്മ, മൂത്തത് പെണ്ണമ്മ, രണ്ടാമത്തെ അന്നമ്മ, അപ്പം മൂന്നാമത്തെ മേരി, നാലാമത്തെ ത്രേസ്യാമ്മ, അഞ്ചാമത്തെ ഷൈനി.
അങ്ങനെയൊക്കെ. പിന്നെ ത്രേസ്യാമ്മയുടെ പേര് അമ്മച്ചി കൊച്ചിനെ ജെസ്സി എന്ന് പറഞ്ഞ് പേര് കൊടുത്തുന്ന സ്കൂളിൽ ചേർക്കണം കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. പഠിക്കുമായിരുന്നു. അല്ല സാർമാർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ പിന്നെ ഉഴുന്നാൻ സ്കൂളിൽ 7 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് ആയവനേക്ക് പോയി. ആയനെ ചെന്നിട്ട് സിസ്റ്റർമാർക്ക് വലിയ കാര്യമായിരുന്നു. അപ്പം അന്ന് 10 പഠിക്കണം ഫീസ് കൊടുക്കണം. അന്നേരം അത് പഠിച്ച് 10 ജയിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മടത്തി പോകണമെന്ന് പറഞ്ഞു. നല്ല മാർക്ക് കിട്ടി. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി 10ൽ ആയവനെ സ്കൂൾ. വാഴക്കുളത്ത് പോയി എഴുതിയത്. വാഴക്കുളത്ത് അവിടെ പരീക്ഷ എഴുതാൻ സെൻറ്ററിലാണ്. കൂട്ടുകാരിയുടെ വീട്ടിൽ വാഴക്കുളത്ത് പോയി അച്ചാത്തൻ കണ്ടുവിട്ടു. അവിടെയാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ നല്ല മാർക്ക് കിട്ടി. മാർക്കിൻ്റെ എണ്ണമൊക്കെ അപ്പോൾ ഞാൻ മറന്നുപോയി. നല്ല മാർക്ക് കിട്ടി. ക്ലാസ്സോടുകൂടി ഇവിടെ ജയിച്ചു. അത് കാരണം കന്യാസ്ത്രീകൾക്കും അച്ഛനും ഹെഡ്മാസ്റ്റർ അച്ഛനും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു പുള്ളിക്കാരത്തിന്. അപ്പോൾ അവരുടെ മഠത്തിലേക്ക് ചേർക്കണം. പുള്ളിക്കാരത്തിന് മഠത്തിൽ പോകാൻ താല്പര്യം. അവരുടെ മഠത്തിലേക്ക് ചേർക്കണമെന്നായിരുന്നു അവരുടെ അപ്പോൾ നമുക്കത് ഇച്ചിരി ഒരു മടിയല്ലേ നമ്മുടെ കോട്ടയം രൂപതക്കാരെ കോതമംഗലം രൂപതയിലേക്ക് ചേർക്കാൻ. അത് കാരണം പുള്ളിക്കാരത്തിക്ക് നിർബന്ധം മഠത്തിൽ കൊണ്ടു. കാരണം പിന്നെ കോട്ടയത്ത് മഠത്തിൽ. അപ്പോൾ അച്ചാത്തൻ ഭയങ്കര വഴക്കായി. അയൽക്കാരൊക്കെ ഇങ്ങനെ പഠിക്കണ കൊച്ചിനെ നിങ്ങളല്ലാതെ വലിയൊരു മഠത്തിൽ വിടുമെന്ന് ചോദിക്കും. അന്നേരം ഇവിടെ അടുത്തൊരു യാക്കോബ ചെറുക്കാൻ പറഞ്ഞു ജോലി ചെയ്യണം. കുഞ്ഞപ്പേട്ട അവളൊരു പെണ്ണല്ലേ, അപ്പോൾ പുള്ളിക്ക് ഒത്തിരി പഠിപ്പിക്കാൻ കാശില്ല, ടീച്ചേഴ്സ് പഠിപ്പിച്ചാൽ അങ്ങനെയാണ് പുള്ളിയുടെ ആഗ്രഹം. അന്നേരം പറഞ്ഞു അവളൊരു പെണ്ണല്ലേ അവളെ കെട്ടിച്ചു വിടണ്ടെന്ന് ചോദിച്ചു. അന്നേരം പുള്ളിയോട് സമാധാനമായി. ഞാനൊന്നും പറയാൻ പോയില്ല. കൊച്ചിനെ ഇഷ്ടമാണെങ്കിൽ കൊച്ചു മടത്തി പോകട്ടെ എൻ്റെ ഓർമ്മ. ഇവിടെ നിർത്താനായിട്ട് പിള്ളേർ എല്ലാം എൻ്റെ വീട്ടിൽ നിൽക്കണം, എൻ്റെ വീട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ സാറ് തന്നെ അന്നേരം ഒരു പാട്ട് പാടി. എന്നെ മുല്ലപ്പൂവും പൊടിയേറ്റ് കിടക്കും കല്ലിലുമുണ്ട് അവർ സൗരഭ്യം പറഞ്ഞ് സാറ് ശ്ലോകമൊക്കെ ചൊല്ലിയിട്ടാണ് അവളെ പറഞ്ഞ് ഇങ്ങനെ അവിടെ അടുത്തുള്ള വാഴക്കുളത്തുള്ള ഒരു കൊച്ചിൻ്റെ വീട്ടിൽ വിട്ടത്. ഇട്ട് കഴിഞ്ഞ് അവിടെ ആ കൊച്ചിന് പോലും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ വീട്ടുകാർക്ക് അവൾ ചെന്ന് നിന്നതുകൊണ്ട് ആ കൊച്ചിനും കുറേ പഠിക്കാൻ സാധിച്ചു എന്നാണ് അവരൊക്കെ പറഞ്ഞത്. നല്ല മാർക്ക് മേടിച്ച് രക്ഷദിനം 2 പിള്ളേർ തമ്മിൽ മത്സരിച്ച് മാർക്ക് പഠിച്ചിട്ട് വേറൊരു കുട്ടിക്ക് 375 ഇവൾക്ക് 377 മാർക്കും കിട്ടിയെന്ന്. അവിടെ നിന്ന് ആ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടിക്കുള്ള സമ്മാനം ഇപ്പം കുറേ പൈസ അതൊക്കെ കിട്ടി വന്ന്. അങ്ങനെയാണ് പിന്നെ മഠത്തിൽ പോകണമെന്ന് പുള്ളിക്കാരത്തിക്ക് നിർബന്ധമായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മഠത്തിലേ പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പുള്ളിക്ക് പരത്തി വാശിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഠനത്തിൽ അതിസമർത്ഥയായിരുന്ന അന്നമ്മ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പുളിന്താനം ഗവൺമെന്റ് സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആയകല സേക്രഡ് ഹാർട്ട് സ്കൂളിലും പൂർത്തിയാക്കി ഉയർന്ന മാർക്കോടെ SSLC പാസ്സായി. തന്നിൽ ഒളിഞ്ഞുകിടുന്ന സന്യാസ ദൈവവിളി തിരിച്ചറിഞ്ഞ അന്നമ്മ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ദേവദാസൻ മാർ മാത്യു മാക്കിൽ പിതാവിനാൽ കോട്ടയം രൂപതയിൽ സ്ഥാപിതമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിസിറ്റേഷൻ കന്യകാ സമൂഹത്തിൽ 1968 ജൂൺ 29 പ്രവേശിച്ചു. പരിശീലനം പൂർത്തിയാക്കി 1970 ജൂലൈ 20 സഭാവസ്ത്രം സ്വീകരിച്ച് പ്രഥമ വ്രതവാഗ്ദാനം ചെയ്ത് സിസ്റ്റർ ലൂസിയ എന്ന നാമം സ്വന്തമാക്കി. BCM കോളേജ് കോട്ടയം, സെന്റ് തോമസ് കോളേജ് പാല എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ യഥാക്രമം ബിരുദവും ബിരുദാനന്ദ ബിരുദവും സ്വന്തമാക്കിയ സിസ്റ്റർ ലൂസിയ പിന്നീട് മദ്രാസ് ലയോള കോളേജിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ MPhil ബിരുദവും നേടി. 1979 മുതൽ 81 വരെ പീരുമേട് മരിയഗിരി സ്കൂളിൽ അധ്യാപികയായിരുന്നു. പിന്നീട് വിസിറ്റേഷൻ ജനറലേറ്റ്, സെന്റ് ആൻസ് കോൺവെന്റ്, സെന്റ് ആൻസ് സ്റ്റഡി ഹൗസ്, BCM ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ താമസിച്ച സിസ്റ്റർ ജൂനിയറേറ്റ് മിസ്റ്റേഴ്സ്, ഹോസ്റ്റൽ വാർഡൻ, BCM കോളേജ് അധ്യാപിക, കോളേജ് വൈസ് പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സിസ്റ്റർ ലൂസിയയുടെ ക്വാളിറ്റീസിൽ പ്രധാനമായിട്ടും എന്നെ ആകർഷിച്ചിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് സിസ്റ്റർ ലൂസിയ നല്ലൊരു ടീച്ചറായിരുന്നു. സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിരുന്നു സിസ്റ്റർ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും സിസ്റ്ററിൻ്റെ അടുത്ത് കുട്ടികൾ വന്ന് സംശയം ചോദിക്കുന്നതും സിസ്റ്റർ അവരുമായിട്ട് ഡിസ്കഷൻസ് നടത്തുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അസൂയയോടുകൂടിയാണ് അത് കണ്ടിരിക്കുന്നത്. കാരണം മറ്റ് കുട്ടികൾ പലരും ഞങ്ങളുടെ അടുത്ത് വരാനായിട്ട് വിസമ്മതിക്കുമ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടിരുന്നു എന്നുള്ളത് സിസ്റ്ററിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ സിസ്റ്ററിന് BCM കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഒരു
ശരിക്കും ഒരു ഭവനം തന്നെയായിരുന്നു. BCM കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലായി സേവനം ചെയ്തു വരവെ ഒക്ടോബർ 27-ാം തീയതി രാവിലെ 10 മണിക്ക് നിത്യശാന്തിയിൽ ലയിച്ചു ചേരുകയും ചെയ്തു. നിശ്ചലമായ ആ പൂച്ച ശരീരം താൻ സ്നേഹിച്ച, തന്നെ സ്നേഹിച്ച വിദ്യാർത്ഥിനികൾ, സഹപ്രവർത്തകർ, സമൂഹാംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി വിസിറ്റേഷൻ ജനറലേറ്റ് ചാപ്പലിൽ വിശ്രമിച്ചു. സിസ്റ്റർ ലൂസിയെ പറ്റി പറയുമ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന സന്തോഷമായിട്ടുള്ളൊരു മുഖമാണ്. സിസ്റ്ററിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ MSCക്കാണ് ഇവിടെ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നത്. അപ്പം സിസ്റ്ററിന് ക്ലാസ്സിൽ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ദൈവിക ചൈതന്യമാണ് സിസ്റ്ററിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ. എല്ലാവർക്കും പഠിക്കാനുള്ളൊരു ഉത്സാഹം. സിസ്റ്റർ എപ്പോഴും എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കുമായിരുന്നു, എല്ലാവരെയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ ഭയങ്കര സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്ന സിസ്റ്റർ. വീട്ടുകാര്യങ്ങളൊക്കെ ചോദിക്കും, എല്ലാവരെയും പറ്റിയും ചോദിക്കും, പേരൻസിനെ പറ്റിയും, മക്കളുണ്ടായി കഴിഞ്ഞാൽ മക്കളെ പറ്റിയും എല്ലാവരെയും പറ്റിയും അന്വേഷിക്കുമായിരുന്നു. അതുപോലെ നമ്മൾ വരുമ്പം സിസ്റ്റർ നല്ല സാരിയൊക്കെ കൊടുത്തുകൊണ്ട് വരുവാണെങ്കിൽ നല്ല കമൻസൊക്കെ പറയുമായിരുന്നു. അതുപോലെ സിസ്റ്റർ ഭയങ്കര പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും ഇവിടെ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒഴിവുള്ള സമയത്ത്, ഉച്ചയ്ക്കൊക്കെ ഉള്ള സമയത്ത് സിസ്റ്റർ ഇങ്ങനെ പാട്ട് കേൾക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം നിങ്ങൾക്കൊന്നും പാട്ട് കേൾക്കണ്ടേ എന്ന് ചോദിച്ച് ഞങ്ങളെയൊക്കെ വളരെ സന്തോഷത്തിൽ കൊണ്ടുവരുമായിരുന്നു. അതുപോലെ ഞാൻ ലീവ് എടുത്തപ്പോഴാണെങ്കിൽ എൻ്റെ ക്ലാസ് അന്നൊന്നും ഗസ്റ്റ് ലെക്ചറിനൊന്നും അപ്പോയിൻ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ സിസ്റ്റർ എൻ്റെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്, എന്നെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. അങ്ങനെ നല്ലൊരു ഓർമ്മയാണ് എപ്പോഴും സിസ്റ്ററിനെ പറ്റി മനസ്സിൽ വരുന്നത്. 28-ാം തീയതി 3 മണിക്ക് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ച് അഭിമന്യ പിതാക്കന്മാരുടെയും വൈദിക ഗണത്തിന്റെയും പ്രാർത്ഥന അകമ്പടിയോടെ തിരുഹൃദയക്കുന്ന് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. സിസ്റ്റർ ലൂസിയയെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് നല്ല പ്രസന്നമായ ഒരു മുഖവും എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു സിസ്റ്ററിനെയാണ്. ആർക്കും എന്ത് സഹായവും എപ്പോഴും ചെയ്യാൻ സിസ്റ്റർ സന്നദ്ധയായിരുന്നു. ഹോസ്റ്റലിലും കോളേജിലുമൊക്കെ പ്രാർത്ഥന മീറ്റിങ്ങുകളൊക്കെ നടത്താനും പ്രാർത്ഥന നയിക്കാനും മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്ക് പ്രചോദിപ്പിക്കാനും എല്ലാം സിസ്റ്ററിന് വലിയൊരു പ്രത്യേകമായ ഒരു കഴിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോളേജിൽ പ്രിൻസിപ്പലായിരുന്ന അവസരത്തിലും സിസ്റ്റർ എനിക്കൊരു വലിയ സഹായിയായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴെല്ലാം സിസ്റ്റർ അതെല്ലാം മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും സഹായിക്കാനും എല്ലാം സിസ്റ്റർ എപ്പോഴും തയ്യാറായിരുന്നു. ഗണിതശാസ്ത്ര വിഭാഗത്തിലെ ഓജസ്സും തേജസ്സുമായിരുന്ന സിസ്റ്റർ ലൂസിയ മനുഷ്യഹൃദയങ്ങളിൽ മായ്ച്ചു കളയാനാവാത്ത വിധം ആഴത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. ആ സ്നേഹസ്മരണയെ വിസ്മരിക്കുവാൻ BCM കോളേജിനോ അധ്യാപകർക്കോ വിദ്യാർത്ഥിനികൾക്കോ സാധിച്ചിരുന്നില്ല. ആ അനശ്വര നാമം വിദ്യാർത്ഥി ലോകത്തിൽ അവിസ്മരണീയമാക്കുവാൻ, എന്നും എവിടെയും മുഴങ്ങിക്കേൾക്കുവാൻ BCM ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സിസ്റ്റർ ലൂസിയ ഓൾ കേരള ഇന്റർ കൊളീജിയറ്റ് മാത്തമാറ്റിക്സ് ക്വിസ് കോമ്പറ്റീഷൻ വർഷം തോറും സംഘടിപ്പിച്ചു വരുന്നു. സിസ്റ്റർ ലൂസിയ സ്നേഹത്തിന്റെ ആൾരൂപമായിരുന്നു, സഹനത്തിന്റെ പുത്രിയായിരുന്നു, വിജ്ഞാനത്തിന്റെ ഇരിപ്പിടമായിരുന്നു, അധ്യാപനത്തിൽ കലാതിലകമായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് അനുഭവിച്ചാവാഹിച്ചെടുത്ത ഹൃദയ താഴ്മയും ഉപവിയും താനുമായി കണ്ടുമുട്ടിയിരുന്ന ഏവരിലേക്കും പകർന്നുകൊടുത്ത സ്വച്ഛ സുന്ദരമായ ഒരു കൊച്ചരുവി. തന്നെ ഏൽപ്പിച്ചവരെയെല്ലാം ആ കുളിർജലത്താൽ തണുപ്പിച്ച് തന്റെ ഉറവിടമായി തിരുഹൃദയത്തിലേക്ക് തിരിച്ചെത്തി അവിടെ വാസമുറപ്പിച്ച് തന്നെ സമീപിക്കുന്നവർക്കെല്ലാം വീണ്ടും കുളിർമഴയായി പെയ്തിറങ്ങുന്ന സിസ്റ്റർ ലൂസിയായോട് നമുക്കും മാധ്യസ്ഥ്യം അപേക്ഷിക്കാം. അഞ്ജലി ഭക്തരായി അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാം.